ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 4 മണി പലഹാരമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചത് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഉരുള ആക്കിയിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് 2 പുഴുങ്ങിയ കോഴിമുട്ട തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്തത്, 1/2 കഷ്ണം സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 1/2 കപ്പ് സ്വീറ്റ് കോൺ വേവിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. എന്ത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ സോസോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം ഞാൻ കുറച്ച് വലിയ സൈസ് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഷേപ്പ് തന്നെ ആക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫില്ലിങ്ങും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം പിന്നെ മുട്ട പൊട്ടിച്ച് കലക്കിയതിലും കൂടെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കുക. ബാക്കിയുള്ള എല്ലാതും ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ്. ഉരുളക്കിഴങ്ങൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.